ഹായ് ഫ്രണ്ട്സ്. അപ്പം എമ്പുരാനിൽ നമ്മുടെ സ്റ്റീഫൻ ഒരു പോസ്റ്റർ അവർ പൃഥ്വിരാജ് വെളിവിട്ടിട്ടുണ്ട്. അതായത് രാവിലെ 6 മണിക്ക് തന്നെ എത്തും റിലീസ്. 27-ാം തീയതി മാർച്ച് 27-ാം തീയതി രാവിലെ 6 മണിക്ക് തന്നെ റിലീസിന് എമ്പുരാൻ എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് പൃഥ്വിരാജ്. ഞാൻ അപ്പം സംസാരിക്കാൻ വന്നത് ഇന്നത്തെ ഈ ഒരു പോസ്റ്ററിനെ കുറിച്ചാണ്. ഇത്രയും നാളും അവർ വെടിവിട്ട ഒരു പോസ്റ്ററിലും ഇതിലും ഒരു ടീസർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊന്നും വലിയ തൃപ്തി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു പോസ്റ്റർ കാണുമ്പം ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ എമ്പുരാനിൽ ആഗ്രഹിക്കുന്നത് സ്റ്റീഫൻ്റെ വരവിനെ കുറിച്ചാണ്. അല്ലാതെ ഇബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എനിക്ക് അത്രയ്ക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറല്ല. ലൂസിഫറിലാണെങ്കിൽ പോലും അവസാനത്തോട്ട് എത്തുമ്പോൾ നമ്മുടെ എബ്രഹാം ഖുറേഷിയെ കാണിച്ച സീൻസ് ഒന്നും എനിക്ക് അത്രത്തോളം വലിയ തൃപ്തികരമായി തോന്നിയിട്ടുള്ളത് ഇല്ലാത്ത സീൻസാണ്. പക്ഷേ സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതിൻ്റെ സ്ക്രീൻ ടൈം എത്രയാണോ ഈ എമ്പുരാനിലുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എമ്പുരാൻ്റെ വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കിതിനകത്ത് പല സീൻസിലും മോഹൻലാൽ കട്ടിയുള്ള കോട്ടും ഇതൊക്കെ ആയിട്ട് കട്ടത്താടിയൊക്കെ വെച്ച് നിൽക്കുന്ന സീൻസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും വലിയ മാസമായിട്ട് തോന്നിയിട്ടില്ല. ചില മോഹൻലാലിൻ്റെ അതികഠിനമായിട്ടുള്ള ആരാധകർക്ക് അത് ചിലപ്പോൾ മാസമായിട്ട് തോന്നിയിരിക്കാം. പക്ഷേ എനിക്കതൊരു മാസമായിട്ട് തോന്നിയിട്ടില്ല. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മോഹൻലാലിൻ്റെ ആ മുഖത്ത് ആ താടിയൊക്കെ കൂടെ കവർ ചെയ്തപ്പം ആ കോട്ടൊക്കെ ഇട്ടുന്നപ്പോൾ ഏതോ ഒരു അധോലോക നേതാവ് വന്ന് നിൽക്കുന്ന അധോലോക നായകന്മാർ വന്ന് നിൽക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അതിനകത്തൊരു മാസ് എലിമെൻറ്റ് മിസ്സാണ്. അതെനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ മോഹൻലാൽ ഫാൻസ് അതികഠിനമായിട്ടുള്ള മോഹൻലാൽ ഫാൻസിന് ചിലപ്പോൾ മാസമായിട്ട് തോന്നിയിരിക്കും. പക്ഷേ എനിക്കത് ഒട്ടും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് പ്രതീക്ഷ പോയത്. പക്ഷേ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ സ്റ്റീഫൻ്റെ വരവിന് അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ കഥാപാത്രത്തിൻ്റെ എത്രത്തോളം ലെങ്ത്തിൽ സ്റ്റീഫൻ്റെ കഥാപാത്രമുണ്ട്. സ്റ്റീഫൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മാസാണ്. ആ ഒരു ക്യാരക്ടർ ഇത്രത്തോളം മാസ് കാണിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമോ അത്രത്തോളമായിരിക്കും ഈ സിനിമയുടെ വിജയമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഒട്ടുമിക്ക മലയാളികൾക്കും ഇതിനകത്ത് ഇബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാളും സ്റ്റീഫൻ്റെ വരവിന് വേണ്ടിയാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് സമയമേ സ്റ്റീഫനുള്ളൂ. ബാക്കിയുള്ള എല്ലാ അബ്രഹാം ഖുറേഷിയുടെ കഥകളാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റോറീസൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ ലൂസിഫർ പോലെ വിജയിക്കുമെന്ന്. കാരണം ലൂസിഫറിൽ നമുക്ക് മോഹൻലാലിനെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഫാൻസ് എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അതുപോലുള്ളൊരു സിനിമയായിരുന്നു ലൂസിഫർ. എന്നാൽ എമ്പുരാനിലോട്ട് വരുമ്പം ലെവൽ മാറുകയാണ്. എന്നുവെച്ചാൽ നമ്മളെ നാടൻ സ്റ്റൈലിൽ നിന്ന് മാറി ഇൻ്റർനാഷണലിലോട്ട് എത്തിയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണലിലോട്ട് എത്തുമ്പോൾ എത്രത്തോളം മലയാളി പ്രേക്ഷകർ എത്രത്തോളം അതിനെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്നും ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തിനെ സ്വീകരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്, നിങ്ങളതിനെ ആലോചിച്ച് നോക്കും. ഈ കോട്ട് സ്യൂട്ടും ഒക്കെ ഇട്ട് വന്ന് നിന്ന് മാസ് കാണിച്ച് അത്രത്തോളം ഹിറ്റായി ഏത് സിനിമയുണ്ട്? നിങ്ങൾ ആരെങ്കിലും ഒരു സിനിമ പറയും. മോഹൻലാലിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആണത്തം കാണിക്കുക, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു പൗരുഷം കാണിക്കുക എന്നുള്ള രീതിയിൽ മോഹൻലാൽ മുണ്ടും മടത്തിക്കുത്തി വന്നിരുന്ന സിനിമകളെല്ലാം മാത്രമേ ഇൻഡസ്ട്രി ഹിറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ പോലും മാസമൊന്നും ഇല്ലെങ്കിലും മോഹൻലാലിനെ നാടൻ രീതിയിൽ കണ്ട സിനിമയായിരുന്നു ദൃശ്യം. അത് വിജയമായിരുന്നു. പുലിമുരുകൻ അതിനകത്തും നാടൻ വേഷമായിരുന്നു മോഹൻലാൽ ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒപ്പം അത് നല്ല നാടൻ രീതിയിലുള്ള മോഹൻലാലായിരുന്നു. പിന്നെ എത്രയോ സിനിമകൾ നിങ്ങൾ ആലോചിച്ച്, ലൂസിഫർ നല്ല നാടൻ രീതിയിലുള്ള സിനിമകളായിരുന്നു. അല്ലാതെ മോഹൻലാലിൻ്റെ ഈ കോട്ടും ഇതൊക്കെ ഇട്ട് അധോലോക നേതാവായിട്ട് മാസ് കാണിച്ച സിനിമകളിലൊന്നും വിജയം സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആകെ ഒരു സിനിമ എന്തോ ആയിരുന്നു അത്രയും ഇതായിട്ട് കോട്ടൊക്കെ ഇട്ട് വന്നത്. അത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അമൽ നീരദിൻ്റെ നമ്മുടെ പേരെന്ന് പറയും സാഗർ എലിയാസ് ജാക്കി, ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇതാക്കി സാഗർ എലിയാസ് ജാക്കി എന്ന് പറഞ്ഞ സിനിമ ഇറക്കി. ആ സിനിമയും എനിക്ക് ഒട്ടും തൃപ്തിയില്ലാത്ത സിനിമയാണ്. അത് വലിയ വിജയമൊന്നും ആയിട്ടില്ല. ആ സിനിമയ്ക്ക് കിട്ടേണ്ട കുറച്ച് ആവറേജ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ആ സിനിമ ആവറേജിന് താഴെ മാത്രമേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അപ്പം മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും നോക്കിയാലും ഇതിനകത്ത് നാടൻ ക്യാരക്ടേഴ്സ് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? മോഹൻലാലിൻ്റെ ഈ നാടൻ ക്യാരക്ടേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് 50 കോടി പോട്ട് ഒരു 40 കോടിക്ക് മുകളിലെങ്കിലും നേടിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ 30 കോടിയെങ്കിലും നേടിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാൽ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. ചെയ്തത് ആകെ ഇതാണ് നമ്മുടെ സാഗർ എലിയാസ് ജാക്കിയാണ്. അല്ലാതെ വേറൊരു വേഷവും മോഹൻലാൽ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. ഈ പോസ്റ്ററിൽ മാത്രം സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ മാത്രമാണ്
എമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്ന ഏക ഘടകമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം ഈ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഒരു സെക്കൻഡ് ഹാഫിലെങ്കിലും, അല്ലെങ്കിൽ ആ സെക്കൻഡ് ഹാഫ് നമുക്ക് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ട് കാര്യമില്ല, സെക്കൻഡ് ഹാഫിൽ വേണം നമുക്ക് ഈ സിനിമ അവസാനിക്കുമ്പോൾ അത് എബ്രഹാം ഖുറേഷിയിൽ അവസാനിക്കാതെ സ്റ്റീഫനിലെത്തി നിൽക്കണം. എങ്കിൽ ഈ സിനിമയുടെ വിജയം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ ലിയോയെ തൊടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.